നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനനെ, അങ്ങ് എന്നോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല. എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. ആഹാ, മക്കളിങ്ങെത്തിയോ? എങ്ങനെയുണ്ടായിരുന്നു ഷോപ്പിംഗ്? കല്യാണ പെണ്ണ് എന്നാ പറയുന്നു? എന്റെ അന്നക്കൊച്ച് വല്ലാതങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. എന്നാലും സുന്ദരിയാ എന്റെ കുട്ടി. എന്നും നല്ല കുട്ടിയായിരിക്കണം. ഭർത്താവിനോട് വിശ്വസ്തയായിരിക്കണം. പിന്നെ കയറി ചെല്ലുന്ന വീട് കൊച്ചിന്റെ വീടായി കരുതണം. അവിടുത്തെ അമ്മയും അപ്പനും ഇനി അന്നക്കൊച്ചിന്റെ കൂടി മാതാപിതാക്കളാണ്. ചുരുക്കി പറഞ്ഞാൽ വല്യമ്മച്ചിയുടെ അന്നക്കൊച്ച് റൂത്തിനെ പോലെയാകണം. റൂത്തോ? അതാരാ വല്യമ്മച്ചി? ഓ, അതോ പറഞ്ഞു തരാന്നേ. മക്കൾ ഇവിടെ ഇരിക്ക്. റൂത്ത് കറകളഞ്ഞ സ്നേഹത്തിന്റെ, വിശ്വസ്തതയുടെ മാതൃകയായ സ്ത്രീരത്നം. ദാവീദിന്റെ പിതാവ് ജസ്സയുടെ പിതാവായ ഓബദിന്റെ അമ്മ. അവൾ യഹൂദ വംശജയല്ലായിരുന്നു. എങ്കിലും ഇസ്രായേൽക്കാരനായ ഭർത്താവ് മരിച്ചപ്പോൾ അവൾ തന്റെ ഭർത്താവിന്റെ ദൈവത്തോടും അമ്മായിയമ്മയായ നവോമിയോടും വിശ്വസ്തത പുലർത്തി. നവോമിയെ സംരക്ഷിക്കുവാൻ അവരോടൊപ്പം ജെറുസലേമിലെത്തിയ റൂത്തിനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണെന്നതിന്റെ സൂചനയുമായി ഇതാ നിങ്ങൾക്ക് മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു റൂത്ത്. അത്യുന്നതന്റെ മറവിൽ, സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. എന്റെ സംഗീതവും കോട്ടയും, ഞാൻ ആശ്രയിക്കും ദൈവവും, നീ മാത്രമെന്നു കർത്താവോടേറ്റു ചൊല്ലിടും, അവനേറ്റു ചൊല്ലിടും. അത്യുന്നതന്റെ മറവിൽ, സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. മക്കളെ, വിധവയായി എനിക്കെന്റെ പുത്രന്മാരെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരെയും നഷ്ടപ്പെട്ടു. നിങ്ങൾ ഇപ്പോഴും ചെറുപ്പമാണ്. പുനർവിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ രണ്ടാളും മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോണം. ഇല്ല, ഞങ്ങൾ പോകില്ലമ്മേ. അമ്മയുടെ ഒപ്പം അമ്മയുടെ നാട്ടിലേക്ക് ഞങ്ങളും വരുന്നു. ഓർഫ, എന്റെ മകളെ, അമ്മയെ സങ്കടപ്പെടുത്തരുതേ. നിങ്ങൾ തിരിച്ചു പോണം. എന്തിനെന്നോടൊപ്പം വരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി പുത്രന്മാരുണ്ടാകുമോ? അമ്മേ, അങ്ങനെ ഒന്നും പറയരുതേ. എന്റെ വാത്സല്യ ഭാചനങ്ങളെ, നിങ്ങൾ മടങ്ങിപ്പോകുക തന്നെ വേണം. വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഈ അമ്മ വൃദ്ധയായിരിക്കുന്നു. കർത്താവിന്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു. നിങ്ങളെ പ്രതി ഞാൻ അത്യന്തം വ്യസനിക്കുന്നു. അമ്മ സങ്കടപ്പെടരുതേ. ഞാൻ മടങ്ങിപ്പൊക്കോളാം.
ഓർഫ മടങ്ങിപ്പോകാൻ ഒരുങ്ങുകയാണ്. റൂത്ത്, എന്റെ മകളെ, നീയും തിരികെ പോകൂ. ഇല്ലമ്മേ, ഇല്ല. അമ്മയെ ഉപേക്ഷിക്കുവാനോ കൂടെ പോരാതിരിക്കുവാനോ എന്നോട് പറയരുതേ. അമ്മ പോകുന്നിടത്ത് ഞാനും വരും. അമ്മ വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എന്റെ ചാർച്ചക്കാരല്ലേ? അമ്മയുടെ ദൈവം എന്റെ ദൈവമാണ്. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. എന്റെ കുഞ്ഞേ, പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഇവിടെ നമ്മൾ എങ്ങനെ ജീവിക്കും? കഷ്ടത അനുഭവിക്കാനാണല്ലോ കുഞ്ഞെ നീ എനിക്കൊപ്പം വന്നത്. എന്തിനാ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഇപ്പോൾ കൊയ്ത്തുകാലമല്ലേ. ഞാൻ വയലിൽ നിന്നും കാലാ പെറുക്കി വരാം. കാലാ പെറുക്കി ഉപജീവന മാർഗം കണ്ടെത്തുന്നവരെ ആരും തടയാറില്ലല്ലോ അമ്മേ. നീ ഒറ്റയ്ക്കോ? അത് വേണ്ട കുഞ്ഞെ, ഞാനും വരാം. അതിനെന്താ അമ്മേ, എനിക്ക് നല്ല ആരോഗ്യമില്ലേ? പിന്നെ അമ്മയെ നോക്കേണ്ട കടമയും എനിക്കല്ലേ. ദയവായി അത് നിഷേധിക്കരുത്. എന്റെ ചോദ്യങ്ങൾക്കും വ്യാകുലതകൾക്കും ഉത്തരം നൽകാൻ തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്നത് നിന്നെയാണല്ലോ. ഇനി ഞാൻ എന്തു പറയാനാണ്? നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ആരാണ് ഈ സുന്ദരിയായ യുവതി? ഇവളെ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ലല്ലോ. നവോമിയോടൊപ്പം മോവാബിൽ നിന്നും വന്നതാണ്. ഇത് ബോവസ്, ഞങ്ങളുടെ യജമാനനാണ്. നിന്റെ പേരെന്താണ്? റൂത്ത്. നവോമിക്ക് സുഖമല്ലേ? എന്റെ അന്വേഷണം പറയൂ. നിങ്ങൾക്കായി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഇവിടെ നിന്നും കാല പെറുക്കാൻ അങ്ങനെ അനുവദിക്കണം. ശരി, നീ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ അലയണ്ട. ഇവിടെ എന്റെ ദാസിമാർക്കൊപ്പം ചേർന്നുകൊള്ളുക. ആരും നിന്നെ ശല്യപ്പെടുത്തില്ല. അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മയാണ് ചെയ്തത്? നിന്റെ ഭർത്താവിന്റെ മരണശേഷം നീ നിന്റെ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്ത നന്മകൾ വിലമതിക്കാനാവാത്തതാണ്. മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതമായ ഈ സ്ഥലത്തേക്ക് നവോമിക്കൊപ്പം നീ വന്നത് ഞാൻ അറിഞ്ഞിരുന്നു. ഭാഗ്യമുള്ളവളാണ് നവോമി. നീ അവൾക്ക് കർത്താവിന്റെ ദാനമാണ്. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അങ്ങ് എന്നോട് വലിയ ദയയാണ് കാണിക്കുന്നത്. ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോട് സംസാരിക്കുകയും ചെയ്തുവല്ലോ. എനിക്കത് മതി. ലോപ്പസ്,
നീ അവളെ ശകാരിക്കരുത്. കറ്റകളിൽ നിന്നും കുറേശ്ശെ വലിച്ചൂരി അവൾക്ക് പെറുക്കിയെടുക്കുവാനായി ഇട്ടേക്കുക. അവൾക്ക് കഴിക്കാനും കുടിക്കുവാനും കൂടി നൽകുക. കുഞ്ഞെ, ഈ കൊയ്ത്തുകാലം മുഴുവനും കാലാപെറുക്കി നീ എന്നെ പോറ്റി. അതെന്റെ കടമയല്ലേ അമ്മേ? അങ്ങനെയെങ്കിൽ സന്തുഷ്ടമായൊരു കുടുംബജീവിതത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കുക എന്നുള്ളത് എന്റെയും കടമയല്ലേ? അമ്മ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ഒത്തിരി ആലോചിച്ച് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. കുഞ്ഞതനുസരിച്ചാൽ മാത്രം മതി. നമ്മുടെ ബന്ധുവായ ബോവാസ് ഇന്ന് രാത്രി ബാർലി പാറ്റുന്നതിന് മെതിക്കളത്തിൽ വരുന്നുണ്ട്. അതിനെന്താ അമ്മേ? അമ്മ പറയും പോലെ മോൾ അനുസരിക്കുക. കുളിച്ച് തൈലം പൂശി നല്ല വസ്ത്രം ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലണം. അത്താഴം കഴിയും വരെ ബോവാസ് മോളെ കാണരുത്. അവൻ ഉറങ്ങിക്കഴിയുമ്പോൾ നീ അവന്റെ അടുക്കൽ പോയിരിക്കുക. നീ ചെയ്യേണ്ടത് എന്താണെന്ന് അവൻ പറഞ്ഞു തരും. അമ്മേ, ഞാൻ നിനക്കെന്നെ വിശ്വാസമില്ലേ കുഞ്ഞെ? നിന്റെ നന്മയ്ക്കല്ലാതെ മറ്റൊന്നും ഈ അമ്മ ചെയ്യില്ല. എനിക്കത് അറിയാം അമ്മേ. പക്ഷേ റൂത്ത്, ഇതെന്താ കുഞ്ഞെ? ഇത് അദ്ദേഹത്തിന്റെ സമ്മാനമാണമ്മേ. അമ്മ പറഞ്ഞ നേരാണ്. അദ്ദേഹം എത്രയോ നല്ലവൻ. ബോവാസ് എന്തു പറഞ്ഞു? ഇന്ന് തന്നെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനോട് സംസാരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ, ഇനിയെല്ലാം സർവേശ്വരൻ നടത്തി തരട്ടെ. നവോമി, നിന്റെ ചെറുമകൻ എത്ര സുന്ദരനാണ്. എല്ലാം കർത്താവിന്റെ അനുഗ്രഹം മാത്രം. നിനക്കൊരു പിന്തുടർച്ചാവകാശിയെ തന്ന കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. നവോമി, ഇവൻ വാർദ്ധക്യത്തിൽ നിനക്ക് താങ്ങായിരിക്കും. അതെ അതെ, നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളുമായ റൂത്തിന്റെ മകൻ നിന്നെ സംരക്ഷിക്കാതിരിക്കുന്നത് എങ്ങനെ? നിന്റെ ഭാഗ്യമാണിവൻ. നമുക്കിവനെ ഓബദ് എന്ന് വിളിക്കാം. ഓബദ്. ഇതാണ് റൂത്തിന്റെ കഥ. മനസ്സിലായോ എന്റെ കുഞ്ഞുങ്ങൾക്ക്? മനസ്സിലായി മനസ്സിലായി. എന്തു മനസ്സിലായിന്നാ? ഞാൻ റൂത്തിനെ പോലെ ആയിരിക്കും വല്യമ്മച്ചി. വളരെ നല്ലത്. വാർദ്ധക്യത്തിൽ അപ്പനും അമ്മയ്ക്കും നാം തണലാകുമ്പോൾ സർവശക്തനായ ദൈവം നമുക്ക് തണലാകും. അവൻ ഒരിക്കലും നമ്മെ കൈവിടുകയില്ല. തലമുറകൾ തോറും കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും.